ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറയുന്നത് ഇതിലൊരു CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ N വാസുവിന്റെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നു. A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ, അതായത് കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്ന ഈ അന്വേഷണത്തിൽ കോൺഗ്രസിന് സംശയമോ ഇപ്പോഴും ഞങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടില്ല. കാരണം ഒരു വാസുവിൻ്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഭരണസമിതി എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, അംഗങ്ങളും പ്രതികളാണ്. അതെ, അതിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. അവർ പൂർണ്ണമായി സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അവരുടെ ഭാവിയെ ബാധിക്കും. മുഖ്യമന്ത്രിയുടെ അനിഷ്ടത്തിന് പാത്രമായാൽ, ഇപ്പോൾ ഡോക്ടർ അശോകനുണ്ടായ സംഭവം കണ്ടില്ലേ, യോഗേഷ് ഗുപ്തയ്ക്ക് ഉണ്ടായ സംഭവം, ഇതിനൊക്കെ നാളെ കഷ്ടപ്പെടുത്തുന്നുള്ള എന്തിനാണ് വെറുപ്പിക്കുന്നത്? 5-8 മാസം കൂടെ എങ്ങനെയും പോട്ടെ എന്ന് വിചാരിക്കും. ഞങ്ങളെ ഭയപ്പെടുത്തൊരു കാര്യം അതാണ്. ഈ ശബരിമല കൊള്ളയിൽ ഞാൻ ഒരു ചോദ്യം കൂടി ആവർത്തിക്കണം. അതായത് N വാസുവിലും പത്മകുമാറിലും ഈ അന്വേഷണം നിന്നു പോകും എന്ന് കോൺഗ്രസ് ആശങ്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ വാസുവിൽ മാത്രമായിട്ട് നിന്നു പോകുന്നവർ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ദേവസ്വം ഭരണസമിതിയാണ് കുറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭരണസമിതിയെയാണ് പിടിക്കേണ്ടത്, അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെയല്ല. ഭരണസമിതി അംഗങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ VS ശിവകുമാറിന്റെ പേരും അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരും ഒക്കെ ഇതുമായി ചേർത്ത് വെച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. തെളിയിക്കേണ്ട സർക്കാരാണ്. ഞങ്ങളൊന്നിനെതിരല്ല. ഞങ്ങൾ ഏത് തരത്തിൽ അന്വേഷിക്കുന്നത് ഞങ്ങളെതിരല്ല. പക്ഷേ ശിവകുമാറിൻ്റെ സഹോദരനെ കാണിച്ചിട്ട് ഇവിടെ ശരിക്ക് കട്ടയുദ്ധന്മാരെ രക്ഷിക്കാനാണ് ശ്രമിക്കുക. അത് നടക്കില്ല. ഈ ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ കിട്ടിയ ഈ തെരഞ്ഞെടുപ്പിലെ ആനുകൂല്യം ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വേളയിലും കോൺഗ്രസിന് കിട്ടും എന്നാണോ താങ്കൾ? ഞങ്ങൾ ഒരിക്കലും അതിനെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കാണുന്നത്. വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പം ഉണ്ടാകും. ബാക്കി കാര്യങ്ങളൊക്കെ ജനം തീരുമാനിക്കട്ടെ. ഞങ്ങളതിൻ്റെ വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല ഈ വിഷയങ്ങൾ തീരുമാനമെടുക്കുന്നത്. പാർട്ടിക്ക് ചില സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഈ ബീഹാർ അടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പ്രകടനം ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അത് മോശമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ വോട്ടുകളെ അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ആ ഒരു പ്രതിസന്ധി, അതായത് പാർട്ടി മുന്നോട്ട് വരുന്നില്ല എന്നൊരു പ്രതിസന്ധി കേരളത്തിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്? ഇല്ല, കേരളത്തിൽ അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾക്കില്ല. കാരണം കേരളത്തിലെ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാം, ജാതി മത വിഭാഗങ്ങളുടെ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ട് കേരളത്തിൽ. അത് BJPക്ക് ഒട്ടും വളരാൻ പറ്റിയ മണ്ണല്ല. പക്ഷേ ഇന്ന് കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ, അതിൽ നിന്നും പാർട്ടി കരകയറാനുള്ള മാർഗങ്ങൾ പാർട്ടി ആലോചിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തിരിച്ചടി തന്നെയാണ്, തോൽവി തന്നെയാണ്. അതിനെ ഞങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.